ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴ തോരും മുൻപേ എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനുവിൻ്റെ അരികിലേക്ക് അലീന ലൈം ജ്യൂസുമായി വരികയാണ്. അങ്ങനെ സാറേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു തിരിഞ്ഞു നോക്കിയിട്ട് മനുവിനെ സാറേ എന്ന് വിളിച്ചപ്പോൾ മനു വിശ്വസിക്കാനാവാതെ എന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് പറയുകയാണ്. അങ്ങനെ ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. ലൈം ജ്യൂസാണ്, ഫ്രഷ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങി. അപ്പോൾ അത് വാങ്ങണ സമയത്ത് എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അത് അദ്ദേഹം പ്രജിത്താമ്മയുടെ അരികിലുണ്ട് എന്ന് അലീന മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം സൂപ്പറാ, നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം താങ്ക്സ് പറയുകയാണ് നമ്മുടെ അലീന. അപ്പം ആ സമയത്ത് എന്താ ബ്രിജിത്താമ്മയെ കാണാൻ വേണ്ടി വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കല്ല, മുത്തശ്ശന് കാണാൻ വേണ്ടി വന്നതാണ്, ഞാൻ മുത്തശ്ശൻ്റെ കൂടെ ഡ്രൈവറായി വന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പിന്നീട് നമ്മുടെ ബ്രിജിത്താമ്മയെയും കൃഷ്ണൻകുട്ടി മേനോൻ സാറിനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവരുടെ ബ്രിജിത്താമ്മയുടെ അവലാദിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മരണശേഷം ഞാൻ ഈ കുട്ടിയെ എന്ത് ചെയ്യും, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ് ആ കൃഷ്ണൻകുട്ടി സാറ്. അപ്പോൾ ആ സമയത്ത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, അപ്പം ഇത് പിടിച്ചോ, തൽക്കാലം ഇപ്പം ഇത് എൻ്റെ കയ്യിലുള്ളൂ, എൻ്റെ കയ്യിലുള്ള ആകെയുള്ള സമ്പാദ്യമാണ്, അതൊക്കെ കഴിഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ വേണ്ടാന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും പിന്നെ ബ്രിജിത്താമ്മ അത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മുത്തശ്ശൻ പറയാണ്, നല്ല കുട്ടിയാണത്, എന്തായാലും ആ കുട്ടി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏറ്റെടുത്തോളാം, പിന്നെ എൻ്റെ വീട്ടിലോട്ട് വന്നോട്ടെ. എൻ്റെ ഭാര്യ സൗദാമിനി അവളൊന്ന് വീണായിരുന്നു, അപ്പോൾ കാല് ഫ്രാക്ചറുണ്ട്, അപ്പോൾ അസ്ഥി പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവങ്ങനെ വന്നിട്ട് അവൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളും, എങ്ങനെയാലും നല്ല കുട്ടിയാണ്, നല്ല കൈപ്പുണ്യമുള്ള കുട്ടിയാണ്, ഇവിടെ മരണശയ്യയിൽ കിടക്കുന്നവരെ വരെ എഴുന്നേൽപ്പിച്ച് ആ കുട്ടിയുടെ ശുശ്രൂഷ കൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ ബ്രിജിത്താമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വന്ന് നിന്നോട്ടെ, പക്ഷേ ഒരു കാര്യം, ആരാണ് എന്താണ് എന്നുള്ളതൊന്നും ആരും അറിയാൻ പാടില്ല, പല ബന്ധങ്ങളും പല കുടുംബങ്ങളും അതോടുകൂടി തകരും എന്ന് ആ സാറ് പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തും സഹിക്കാനും എന്തും പിടിക്കാനൊക്കെ ഉള്ള മനസ്സ് ആ കുട്ടിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് നേരെ ഇവരുടെ അരികിലേക്ക് വരികയാണ്. നമ്മുടെ അലീനയുടെയും മനുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അന്നാ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലാസ് ആണെങ്കിലും മനുവിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം മനു ഈ ഗ്ലാസ് എന്നും പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും വെക്കാൻ നോക്കുന്ന സമയത്ത് ഇങ്ങ് തന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് അലീന. അപ്പം അലീന അത് വാങ്ങി എടുക്കുകയും എന്നാൽ പിന്നെ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് യാത്ര പറയുകയാണ്. അങ്ങനെ മനു അലീനയും ബ്രിജിത്താമ്മയും നോക്കി നിൽക്കുകയാണ്. മനു ആണെങ്കിൽ മുത്തശ്ശന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ അതിൽ കയറിയിരുന്നിട്ട് മനു കൈകൊണ്ട് ബ്രിജിത്താമ്മയ്ക്ക് ടാറ്റ കൊടുത്ത് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ് ആ കാറിലിരുന്നു കൊണ്ട് വളരെ അവശയായ രീതിയിൽ ഇങ്ങനെ അലീനയെ കണ്ടതും അലീനയുടെ ആയൊരു മുഖവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗട്ടറിലൊന്ന് വീഴുന്നുണ്ട് വണ്ടി. അപ്പോൾ നമ്മുടെ മനു പറയുകയാണ്, ഈ റോഡൊക്കെ ഭയങ്കര മോശമാണ്, വളരെ ഗട്ടറൊക്കെ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വല്ലതും മുത്തശ്ശൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കേൾക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ആ കുട്ടി അത് നല്ലൊരു കുട്ടിയാണല്ലേ? അതെ, എനിക്കും ഇഷ്ടപ്പെട്ട നല്ല ശാന്തതയും കുലീനതയുള്ള നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടിയാണെന്നൊക്കെ മനുവും പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് എടാ, ആ അമ്മയ്ക്കുണ്ടല്ലോ, ആ അമ്മയ്ക്ക് വലിയൊരു രോഗമുണ്ട്, കരൾ രോഗം, അതുകൊണ്ട് ആ അമ്മ അവിടെയുള്ള അന്തേവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയും അവിടുത്തെ അനാഥയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയും അനാഥ തന്നെയാണ്, നമ്മൾക്ക് മുത്തശ്ശൻ അവിടെ പോയിട്ട് പൈസ കൊടുത്തായിരുന്നു എന്ന് മനു ചോദിക്കുമ്പോൾ ആ പൈസ ഞാൻ കുറച്ച് കൊടുത്തായിരുന്നു, അപ്പോൾ ഒന്നും ആവില്ല, കടം ഒരുപാടുണ്ട് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ എന്നോട് ചോദിക്കായിരുന്നില്ലേ എന്ന് വീണ്ടും മനു ചോദിക്കുന്നുണ്ട്. അതെ, നീ തന്നെയാണ് ഇനി ആ കടം വീട്ടേണ്ടത് എന്ന് മനുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശൻ. എത്രയുണ്ട് വീട്ടാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കടം കൊടുത്താൽ തീരില്ല മോനെ, അങ്ങനെ ഒരു കടമുണ്ട് മുത്തശ്ശ, തീർത്താലും തീരാത്തൊരു കടം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ചില കടങ്ങൾ അങ്ങനെയാണ്, ആ സ്ത്രീയുടെ മുന്നിൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു കടക്കാരനായിരിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ ആ കടമൊന്നും വീട്ടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്.
അതിനുശേഷം മുത്തശ്ശൻ പറയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എന്താ മുത്തശ്ശ, നമുക്ക് ആ കുട്ടിയെ അങ്ങ് ദത്തെടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് മനുവിനോട്. അപ്പം മനു പറയുന്നത്, മുത്തശ്ശൻ എന്താ ഈ പറയുന്നത്, കുട്ടിയെ ദത്തെടുക്കാനോ? നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ? പിന്നെ തന്നെയല്ല, ആരും അതിന് സമ്മതിക്കില്ല, എവിടെ കൊണ്ട് നിർത്തും അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ, നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി ആ കുട്ടിയെ നമ്മൾ ദത്തെടുത്തിട്ടുള്ള കാര്യം. പിന്നെ അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടിരിക്കില്ലേ, നിന്റെ മുത്തശ്ശിക്ക് വയ്യാണ്ടിരിക്കല്ലേ, അപ്പം മുത്തശ്ശിയെ നോക്കി അവൾ അവിടെ അങ്ങനെ നിൽക്കട്ടെ, ഒരു ഹോം നേഴ്സൊക്കെ നിന്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിലും ആള് പോരല്ലോ എന്നിങ്ങനെ പറയാണ്. അത് ശരിയാണ്, എൻ്റെ അമ്മ മുത്തശ്ശിൻ്റെ കാര്യങ്ങളായാലും ഇപ്പം മുത്തശ്ശിയുടെ കാര്യങ്ങളായാലും അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ കുട്ടി വന്നോട്ടെ, നിങ്ങളെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത്, എടാ, ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല മുത്തശ്ശ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അലീന ബ്രിജിത്താമ്മയുടെ കാല് കുഴമ്പിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മതി മോളെ എന്ന് പറയുന്നുണ്ട് ബ്രിജിത്താമ്മ. നല്ല നീരുണ്ട് അമ്മേ, അമ്മ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട് മോളെ ഒഴിഞ്ഞപ്പോൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ ആ മരുന്ന് അവിടെ കൊണ്ടുവച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ മുത്തശ്ശിൻ്റെ മുഖം അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ മുത്തശ്ശൻ്റെ, മമ്മി ഇവിടേക്ക് വന്ന മുത്തശ്ശന് അതാരാണ്? അദ്ദേഹം എൻ്റെ നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു കുളിര് പോലെ, അടിമുടി എന്തോ ഒരു വിറയൽ പോലെ എന്തോ അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, അതെ, അദ്ദേഹം നിന്നെ മനസ്സറിഞ്ഞ് തന്നെയാണ് മോളെ അനുഗ്രഹിച്ച് വിട്ടത്. അപ്പോൾ അതാരാണ് മമ്മി എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയാം മോളെ, മോൾ ഇവിടെ വന്നിരിക്കി, ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മോൾ എന്നോട് ചോദിക്കാറില്ലേ മോളുടെ മമ്മി ആരാണെന്ന്, മോളുടെ അമ്മ ആരാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയാറില്ലേ, പറയാനൊരു അവസരം വരും, അപ്പോൾ ഞാൻ പറയാമെന്ന്. ആ അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്, നീ ഇവിടെ വന്ന് അരികിലിരിക്കി എന്ന് ബ്രിജിത്താമ്മ പറയുമ്പോൾ അലീന അരികിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് മോളുടെ ഗ്രാൻഡ് ഫാദർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഒന്ന് ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ, മോളുടെ മുത്തശ്ശൻ തന്നെ, മോളുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ അമ്മ, അപ്പോൾ അതേ മോളെ, അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മോളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നീ താമസിക്കാൻ പോകുന്നത് അവരുടെ കൂടെയാണ്. നിനക്കപ്പോൾ നിൻ്റെ അമ്മയെ, അപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയെ അപ്പോൾ കാണാൻ പറ്റുമോ, എൻ്റെ അമ്മയെ എനിക്ക് തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ മോളെ, ഇനി നിനക്ക് നിൻ്റെ അമ്മയെ കാണാം, നിൻ്റെ അമ്മയെ തൊടാം, നിനക്ക് നിന്റെ കൂടപ്പിറപ്പുകളെ കാണാം, അതുപോലെ നിനക്ക് ബന്ധുക്കളെ എല്ലാവരെയും നിനക്ക് കാണാൻ സാധിക്കും. പക്ഷേ വേറൊരു കാര്യം, ഈ ഒരു കാര്യം നീ ആരെയും അറിയിക്കരുത്, നീ അവിടുത്തെ ഒരു അംഗമാണ് എന്ന കാര്യം നീ ആരെയും അറിയിക്കരുത്. നിനക്ക് എല്ലാവരെയും കാണാം, നീ എല്ലാതും ഉള്ളിലൊതുക്കി തന്നെ നടക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് ബ്രിജിത്താമ്മ. അപ്പോൾ അലീനയ്ക്ക് സങ്കടം വരികയാണ്. അങ്ങനെ ആ സമയത്ത് അതിനുശേഷമാണെങ്കിൽ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി, നമ്മുടെ ചിന്നുക്കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉറക്കുന്ന സമയത്തും അലീന ഇങ്ങനെ ചിന്തയിൽ തന്നെയാണ്. അപ്പോൾ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രേവതി പറയാണ്, ചേച്ചി പേടിക്കേണ്ട, ചേച്ചി വിഷമിക്കേണ്ട, എന്തായാലും ഇത്രയും നാളും നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ കഴിഞ്ഞത്, ഇനിയിപ്പോൾ ചേച്ചിക്ക് ആൾക്കാരൊക്കെ ഒരുപാടായില്ലേ, ബന്ധുക്കളും അമ്മയും എല്ലാവരും കിട്ടാൻ പോവുകയല്ലേ. എടി, നമ്മൾ എന്തായാലും അനാഥ തന്നെയാണ്, പക്ഷേ ഇവിടെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് അവരെങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്, എന്നെ ഒരു ശത്രുവായിട്ടാണോ അല്ലെങ്കിൽ മിത്രമായിട്ടാണോ കാണാൻ പോകുന്നത്, ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വലിയൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എന്തായാലും നല്ല ബംഗ്ലാവ് പോലത്തെ ഒരു വീട് തന്നെയാണ്, അതുകൊണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട, ചേച്ചിക്ക് അവിടെ സുഖം തന്നെയായിരിക്കും, പേടിക്കാതെ പോവാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം അമ്മയെക്കുറിച്ചും രേവതിക്കുട്ടി പറയണം, എനിക്കും ഉണ്ടാകില്ലേ ഒരു അമ്മ, അത് എവിടെയാണാവോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക്